മൂത്രച്ചോർച്ച അഥവാ യൂറിൻ ലീക്ക് പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് യൂറിൻ ലീക്ക് അഥവാ മൂത്രച്ചോർച്ച. ഇന്ന് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ ഡോക്ടർ നിജിൽ അബ്ദുൽ ജലാൽ, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ്, ആൻഡ്രോളജിസ്റ്റ് ആൻഡ് റോബോട്ടിക് സർജനാണ്. മൂത്രച്ചോർച്ച പല വിധമുണ്ട്. പല വിധമെന്ന് പറയാൻ കാരണം അത് ആരെ ബാധിക്കുന്നു, ഏത് സാഹചര്യത്തിൽ ബാധിക്കുന്നു, എന്ത് കാരണത്താൽ ബാധിക്കുന്നു അനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റുക. പ്രധാനമായും എൻ്റെ അടുത്ത് വരുന്ന രോഗികളിൽ, അത് സ്ത്രീകളെ ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ, സ്ത്രീകൾ വരുമ്പോൾ പലപ്പോഴും ഒരു 30-35 അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്കാണ് പൊതുവേ ഇത് വരാറുള്ളത്. അതായത് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ 1, 2 അല്ലെങ്കിൽ 3 മക്കളായി പ്രസവങ്ങൾ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മൂത്രച്ചോർച്ചയുടെ ഒരു ടൈപ്പാണ് സ്ട്രെസ് യൂറിൻ ലീക്ക് എന്ന് പറയും. അതായത് ആ യൂറിൻ ലീക്ക് ആവുന്നിട്ടുണ്ടെങ്കിൽ പല ഗ്രേഡ് ആയിട്ടായിരിക്കും ലീക്ക് ആവുന്നത്. ചിലവർക്ക് 1-2 തുള്ളി വരെയുള്ളൂ, ചിലവർക്ക് ഒരു 4-5 തുള്ളിയായിട്ട് ചിലപ്പോൾ വരുമായിരിക്കും, ചിലവർക്ക് ഒന്ന് തുമ്മിയാൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അടിവസ്ത്രം നനയുന്ന രീതിയിലുള്ള മൂത്രച്ചോർച്ച വരും. അതിനാണ് സ്ട്രെസ് യൂറിൻ ലീക്ക് എന്ന് പറയുന്നത്. അത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇടുപ്പിൻ്റെ അകത്തുള്ള പെൽവിക് ഫ്ലോർ മസിൽസ് അഥവാ മാംസപേശികൾക്ക് വന്ന് ബലക്കുറവ് കാരണമാണ്. പുരുഷന്മാർക്കാണെങ്കിൽ ആകെ മൂത്രാശയം മലദ്വാരം മാത്രമേ ഉള്ളൂ താഴ്ഭാഗത്ത്. സ്ത്രീകൾക്കാണെങ്കിൽ എന്താണ് മൂത്രാശയം മലദ്വാരം കൂടാതെ തന്നെ ഗൈനക്കോളജിക്കൽ ഓർഗൻസ് അഥവാ യൂട്രസ്, വജൈന, സെർവിക്സ് ഇതെല്ലാം ആ ഒരു ചെറിയൊരു സ്പേസിൽ ഇടുപ്പിൻ്റെ അകത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ എല്ലാ ഓർഗൻസിനെയും, അതായത് മൂത്രാശയം ആവട്ടെ, മലദ്വാരം ആവട്ടെ, ഗൈനക്കോളജിക്കൽ ഓർഗൻസ് ആയിട്ടുള്ള യൂട്രസ്, സെർവിക്സ്, വജൈന ആവട്ടെ, ഇതെല്ലാം വളരെ തിന്നായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മസിൽസ് അഥവാ മാംസപേശികളാണ് കൺട്രോൾ ചെയ്യുന്നത്. പ്രസവങ്ങൾ, അതായത് സ്ത്രീ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കാരണം, ഗർഭങ്ങൾ, പ്രസവങ്ങൾ കാരണം വരുമ്പോഴേക്കും ഈ മാംസപേശികൾക്ക് ബലക്കുറവാകുന്നു. ഇങ്ങനെ ബലക്കുറവ് വരുമ്പോഴേക്കും നമ്മുടെ വയറിൻ്റെ അകത്ത് പ്രഷർ കൂടുന്ന സാഹചര്യങ്ങൾ. അതെങ്ങനെയാണ് പ്രഷർ കൂടുക? ഒന്നില്ലെങ്കിൽ ചിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ചുമക്കുമ്പോഴോ, അല്ലെങ്കിൽ തുമ്മുമ്പോഴോ, അല്ലെങ്കിൽ പടികേറി പോകുമ്പോഴെല്ലാം ആ പ്രഷർ കൂടുന്നതോടൊപ്പം തന്നെ ആ പ്രഷർ മൂത്രസഞ്ചിയിലോട്ട് ട്രാൻസ്മിറ്റ് ആവുന്നു. ഈ മാംസപേശികൾക്ക് ബലക്കുറവുള്ളതുകൊണ്ട് ആ മൂത്രസഞ്ചിക്ക് ആ ഒരു പ്രഷർ താങ്ങാനാവാതെ വരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മൂത്രസഞ്ചിയിലുള്ള മൂത്രം ലീക്കായി പോകുന്നു. അതിനാണ് സ്ട്രെസ് യൂറിൻ ലീക്ക് എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് യൂറിൻ ലീക്ക് എന്ന മൂത്രച്ചോർച്ച കൂടുതലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സ്ത്രീകളിലാണ് കണ്ടുവരാറുള്ളത്. ഒരു 80% സ്ത്രീകൾക്ക് നമുക്ക് മാംസപേശികൾ ബലം കൂട്ടാനായിട്ടുള്ള കീഗൽ വ്യായാമങ്ങൾ ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട്. ഈ മരുന്നുകളും വ്യായാമങ്ങളും ചെയ്യുന്നതോടുകൂടി തന്നെ ഒരു 80% സ്ത്രീകൾക്കും ആ ഒരു ബുദ്ധിമുട്ട് നമുക്കൊരു 80-90% വരെ നമുക്ക് കുറച്ച് വെക്കാൻ പറ്റും. അതായത് ഒരു നല്ലോണം നനവ് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു 4-5 തുള്ളിയായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. 4-5 തുള്ളി മാത്രം ലീക്കാവുന്ന സ്ത്രീകളാണെങ്കിൽ നമുക്കത് 1-2 തുള്ളിയായിട്ട് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ചിലവരിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20% സ്ത്രീകളിൽ നമ്മൾ പല ടൈപ്പ് വ്യായാമങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുന്നു, പിന്നെ മരുന്നുകൾ കൊടുത്ത് നോക്കുന്നു, എന്നാലും ഒട്ടും ഫലപ്രദമാവാത്ത രീതിയിൽ മൂത്രച്ചോർച്ച നമ്മൾ കണ്ടുവരാറുണ്ട്. അത്തരം ആൾക്കാർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ചികിത്സയാണ് TVTO, ടേപ്പ് റിപ്പയർ സർജറി എന്ന് പറയുന്നത്. ഇതെന്താണ്? ചെറിയൊരു 1 സെന്റിമീറ്റർ മുറിവ്. അതെവിടെയാണ്? മൂത്രനാളിയുടെ താഴ്ഭാഗത്തായിട്ട്. പുറത്തൊന്നും മുറിവില്ല, മൂത്രനാളി അതായത് മൂത്രം പോകുന്ന ആ വഴിയുടെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മളൊരു നെറ്റ് ഘടിപ്പിച്ചിട്ട് മൂത്രനാളിയെ സ്ട്രോങ് ആക്കുന്ന ഒരു ചികിത്സയാണ് TVTO റിപ്പയർ. വളരെ ഫലപ്രദമായിട്ടുള്ള, എസ്പെഷ്യലി നല്ലോണം ലീക്ക് ആവുന്ന സ്ത്രീകൾക്ക് ഓൾമോസ്റ്റ് 90-95% ഡ്രൈ ആവാൻ പറ്റുന്ന ഒരു വളരെ അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് TVTO റിപ്പയർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതാണ് സ്ട്രെസ് യൂറിൻ ലീക്ക് എന്ന് പറയുന്നത്. അതായത് വയറിൻ്റെ അകത്ത് പ്രഷർ കൂടുമ്പോഴേക്കും മൂത്രസഞ്ചിക്ക് താങ്ങാനാവാതെ വരുന്നൊരു സാഹചര്യം. വേറൊരു ടൈപ്പ് മൂത്രച്ചോർച്ച എന്നിട്ട് അർജുനറി ഇൻകോണ്ടിൻസ് പറയും. അതായത് മൂത്രം ഒഴിക്കാൻ മുട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും പിടിച്ചിരുത്താൻ പറ്റില്ല, ബാത്റൂമിലോട്ട് പോണ വഴിക്ക് തുള്ളിത്തൊട്ടിട്ട് ലീക്കായി പോകും. ഇത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഈക്വലായിട്ട് ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പുരുഷന്മാരെ ബാധിക്കാനുള്ള കാരണങ്ങളുണ്ട്, സ്ത്രീകളെ ബാധിക്കാനുള്ള കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, പ്രധാനപ്പെട്ട ഒരു കാരണം വെച്ചിട്ട് പ്രമേഹ രോഗമാണ്. എസ്പെഷ്യലി കൺട്രോൾ ഇല്ലാത്ത പ്രമേഹ രോഗം. നമുക്കറിയാം പ്രമേഹ രോഗം മെയിനായിട്ട് 3 സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. ഒന്ന് കണ്ണുകൾ, ഒന്ന് കിഡ്നീസിനെ, ഒന്ന് ഞരമ്പുകൾ. ഞരമ്പുകളെ ബാധിക്കുമ്പോഴേക്കും മൂത്രസഞ്ചിയിലോട്ടുള്ള ഞരമ്പുകൾക്ക് ബലക്കുറവ് വരുന്നു. അങ്ങനെ ബലക്കുറവ് വരുമ്പോഴേക്കും മൂത്രസഞ്ചിയിൽ ഉൾക്കൊള്ളുന്ന ആ ഒരു മൂത്രത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത കപ്പാസിറ്റി വരുന്നു. അങ്ങനെ വരുമ്പോഴേക്കും അർജൻസി അഥവാ അർജി യൂറിൻ ലീക്ക് എന്നൊരു സാഹചര്യം വരുന്നു. പുരുഷന്മാർക്ക് പ്രമേഹ രോഗം കൂടാതെ വേറൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം. ദീർഘനാളായിട്ടുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം മൂത്രസഞ്ചിക്ക് വരുന്ന തടസ്സം കാരണം മൂത്രസഞ്ചിക്ക് ബലക്കുറവ് വരുന്നു. അങ്ങനെ ബലക്കുറവ് വരുമ്പോഴേക്കും യൂറിൻ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു കപ്പാസിറ്റി വരുന്നു. സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഈ അർജൻസി അഥവാ അർജി യൂറിൻ ലീക്കിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമുക്ക് ചികിത്സ കൊടുക്കാൻ പറ്റുക. പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമാണെങ്കിൽ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ചികിത്സിച്ചിട്ട് അതോടുകൂടി തന്നെ മൂത്രസഞ്ചിക്ക് സ്ഥിരത വരാനായിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ കൊടുത്തിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്കാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പ്രമേഹ രോഗം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് മരുന്നുകൾ കൊടുക്കാൻ പറ്റും. അതോടുകൂടി തന്നെ ഈ പറഞ്ഞ പോലെ യൂറിൻ്റെ ആ ഒരു ബിഹേവിയർ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതെന്താണ്? ഒന്ന്, മൂത്രമൊഴിക്കാൻ മുട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഓരോ 2-3 മണിക്കൂർ നമുക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്ന ഒരു സാഹചര്യം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്കൊരു മൂത്രമൊഴിക്കാൻ മുട്ടുന്ന ഒരു സാഹചര്യം
വന്ന് പിന്നെ ലീക്കായി അങ്ങനെ ബുദ്ധിമുട്ട് നേരിടേണ്ട സാഹചര്യം വരുന്നില്ല. അപ്പോൾ ഓരോ ടൈംഡ് ബ്ലാഡർ വോയിഡിംഗ് എന്ന് പറയും. അത് 2-3 മണിക്കൂർ കൂടുമ്പോഴേക്കും മൂത്രം ഒഴിക്കാൻ വേണ്ടി പോവുക. അതോടുകൂടി തന്നെ കാർബണേറ്റഡ് ബെവറേജസ്, അതായത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പലതരം സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതിന്റെ കൺസപ്ഷൻ കഴിവതും കുറയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ചായ, കാപ്പി എന്നിവയുടെ കൂടി അത് കഴിവതും കുറയ്ക്കുക. ഇത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ രണ്ടുപേരും ഇത് പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മരുന്നുകളിലും എക്സസൈസിലും നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. ഇതോടുകൂടി തന്നെ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലൊരു ആരോഗ്യം, നല്ല വ്യായാമം, നല്ല ഭക്ഷണരീതി ഇതെല്ലാം ചെയ്യുന്നതോട് കൂടി തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മൂത്രസഞ്ചിയുടെ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് മൂത്രച്ചോർച്ച അഥവാ യൂറിൻ ലീക്കിന് ചെയ്യാൻ പറ്റുന്ന ചികിത്സകളും അതിന്റെ പ്രതിരോധ മാർഗങ്ങളും. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യപൂർണ്ണ ജീവിതം ആശംസിക്കുന്നു. നന്ദി.